ഹലോ എവ്രി വൺ, വെൽക്കം ടു Q3 വേൾഡ്. ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടും നല്ല ഡിലീഷ്യസും ആയിട്ടുള്ള ഒരു ചോക്കോ ഹേസൽനട്ട് കേക്കാണ് ഇന്ന് ചെയ്യുന്നത്. നമുക്കിത് വളരെ കുറഞ്ഞ ചിലവിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഹേസൽനട്ട് തന്നെയാണ് എടുക്കേണ്ടത്. ഒരു 100 ഗ്രാം ഹേസൽനട്ടൊക്കെ ഇതിന് മതിയാകും. നമ്മൾ കേക്കിന് ഏത് നട്ട്സ് യൂസ് ചെയ്യുമ്പോഴും ഒന്ന് റോസ്റ്റ് ചെയ്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ കേക്ക് കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നട്ട്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മാത്രം മതി. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ടേസ്റ്റും ഫ്ലേവറൊക്കെ മാറിപ്പോവും. ജസ്റ്റ് ഒരു 5 മിനിറ്റൊക്കെ ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് നമുക്കിതൊരു ചോപ്പിംഗ് ബോർഡിലേക്ക് മാറ്റാം. ഇതൊന്ന് ചെറുതായി കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്തിട്ടാണ് ഇത് നമ്മൾ കേക്കിൽ ഫില്ലിങ്ങിനായിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് ചോക്ലേറ്റ് ആണ്. 1 കപ്പ് ചോക്ലേറ്റ് ഇതേപോലെ ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് മിൽക്ക് ചോക്ലേറ്റ് ആണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ മിൽക്ക് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് എടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കുന്ന സമയത്ത് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം കൂടെ ആഡ് ചെയ്ത് ഒരു ഗനാഷാക്കി എടുക്കുന്നുണ്ട്. ഒരു 1 കിലോ വെയിറ്റുള്ള ഒരു കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്കൊരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് ആവശ്യമായി വന്നിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീമും 2 ടീസ്പൂൺ പൗഡർ ഷുഗറും 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ചോക്കോ ഹേസൽനട്ട് കേക്കിന് നമ്മൾ ചോക്ലേറ്റ് ക്രീമാണ് ഫില്ലിംഗ് ആയി കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ വിപ്പിംഗ് ക്രീം ചോക്ലേറ്റ് ക്രീം ആക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഗനാഷ് നന്നായി ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്താൽ നമുക്ക് നല്ല ചോക്ലേറ്റ് ക്രീമായിട്ട് കിട്ടും. അപ്പോൾ വിപ്പിംഗ് ക്രീം ഒന്ന് സ്റ്റിഫ് പീക്കായി വന്നതിന് ശേഷം നമുക്ക് നേരത്തെ ഉണ്ടാക്കിയെടുത്ത ഗനാഷിൽ നിന്നും ഒരു 1/4 ഭാഗം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടാറിയതിന് ശേഷം മാത്രമാണ് ഒഴിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ബീറ്റ് ചെയ്ത ക്രീം കൂടി മെൽറ്റായി പോകും. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷിൽ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്രീം ബ്ലാക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി ബൗളിൽ വരുന്ന വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഹേസൽനട്ട് കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മൾ കേക്കിന് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത്. ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം, ഫില്ലിങ്ങിൻ്റെ സമയത്ത് എടുക്കാം. ഇനി നമുക്ക് ഗനാഷ് ഒഴിച്ചതിന് ശേഷം ക്രീം ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് മാത്രം കൊടുക്കുക. അപ്പോൾ നല്ല ക്രീമൊക്കെ നല്ല വൈറ്റ് കളറിൽ നിന്നും ചേഞ്ചായി നല്ല ചോക്ലേറ്റ് ഫ്ലേവേർഡ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമായിട്ട് മാറിയിട്ടുണ്ടാകും. ഇനി ഈ ഒരു വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കേക്ക് ഐസിങ് ചെയ്യുന്നതും ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നതും ഒക്കെ. ഒരിക്കലും ഫ്ലോപ്പ് ആവാത്ത പെർഫെക്റ്റ് ആയിട്ടുള്ള ബേസിക് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്കൗട്ട് ചെയ്യാം. നമുക്കിതൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്യാം. ഒരു 10 ഇഞ്ചിൻ്റെ ബേസ് ബോർഡാണ് നമ്മൾ കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ആദ്യം കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഞാനിവിടെ സിമ്പിൾ ഷുഗർ സിറപ്പാണ് സോക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ കോഫി കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. കോഫി ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് കോഫി കേക്ക് സോക്ക് ചെയ്യാനായിട്ട് എടുക്കാം. നമുക്ക് ക്രീം വെച്ച് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ തയ്യാറാക്കിയ ഹേസൽനട്ടിൻ്റെയും ചോക്ലേറ്റിൻ്റെയും മിക്സാണ് നമ്മൾ ഫില്ലിങ്ങിനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മിക്സ് കേക്കിന് കഴിക്കാനും നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറും കൊടുക്കും. നമുക്ക് ആദ്യത്തെ ലെയറിൽ പകുതി വെച്ച് കൊടുത്ത് നന്നാക്കി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ മേലെ ഇത് വെച്ച് കൊടുക്കാം. വേറൊരു ഫില്ലിങ്ങിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. നല്ല ചോക്ലേറ്റും നല്ല ഫഡ്ജി ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ് ഇത്. ഇപ്പോൾ രണ്ടാമത്തെ ലെയർ നമുക്ക് സെയിം റിപ്പീറ്റ് ചെയ്യാം. ക്രീമും ബാക്കി വരുന്ന ഫില്ലിങ്ങും കൂടെ വെച്ച് കൊടുത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മൂന്നാമത്തെ ലെയർ കേക്കും വെച്ച് കൊടുത്ത് നമുക്കൊന്ന് ക്രം കോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നാക്കി ഒന്ന് സെറ്റായതിന് ശേഷം മാത്രം ഫൈനൽ കോട്ടിങ്ങും കൂടെ ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ആഡ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീം നമ്മൾ സാധാരണ വൈറ്റ് വിപ്പിംഗ് ക്രീമിനേക്കാൾ കുറച്ചുകൂടെ സ്റ്റിഫായിട്ട് തന്നെ ഉണ്ടാകും. അപ്പോൾ നമുക്കിത് വർക്ക് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും സംശയിക്കാനില്ല. ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറും നല്ലൊരു കേക്കും തന്നെയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ധൈര്യത്തിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ വളരെ ഈസി ആയിട്ടാണ് ഈ ഒരു കേക്ക് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫൈനൽ കോട്ടിങ്ങും കൂടെ ചെയ്ത് കഴിഞ്ഞ് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് കുറച്ച് നേരം വെക്കാം. കേക്കൊന്ന് നന്നായി തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ മേലെ ഒന്ന് ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നേരത്തെ ചെയ്തതുപോലെ തന്നെ മിൽക്ക് ചോക്ലേറ്റ് അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് നമ്മളിതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കാം.
നല്ല ലൂസായിട്ടുള്ളൊരു പോറിങ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നമുക്ക് വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ആഡ് ചെയ്താൽ നല്ല ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി കിട്ടും. അപ്പോൾ നമുക്കിത് നല്ല തണുത്തതിന് ശേഷം കേക്കിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ചൂടാറിയ ഒരു ചോക്ലേറ്റ് ഗനാഷാണ്. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഐസിങ് നൈഫ് വെച്ച് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കേക്കിൻ്റെ സൈഡിലേക്കും കേക്കിൻ്റെ മുകളിലേക്കും ജസ്റ്റ് ഒരു കോട്ടിംഗ് പോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. പിങ്ക് ആയിട്ടുള്ള ചോക്ലേറ്റൊക്കെ സൈഡിലേക്കും ഇതേപോലെ ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൈറൽ ഇഫക്റ്റ് ഉണ്ടാക്കി കൊടുക്കാം. ഐസിങ് നൈഫ് യൂസ് ചെയ്തിട്ട് തന്നെ ഇങ്ങനെയൊന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്താൽ നമുക്ക് സെൻറ്ററിലേക്ക് അവസാനിക്കുന്ന രീതിയിൽ ഒരു ജസ്റ്റ് ഒന്ന് സ്പാറ്റില വെച്ച് കൊടുത്താൽ ഇങ്ങനെ ഒരു ഇഫക്റ്റ് കിട്ടും. ഇനി സിമ്പിളായിട്ടൊരു ഡിസൈൻ കൂടി കൊടുക്കാം. ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഇതേപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് നട്ട്സ് വെച്ച് കൊടുക്കാം. ഇതൊരു വാൾനട്ടിൻ്റെ ഒരു പീസാണ്. പിന്നെ നമുക്ക് ഹാഫ് ഒരു ഹേസൽനട്ടും വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഒരു സൈഡിലേക്കായിട്ടാണ് 5 സൈഡിലേക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് സിൽവർ ബോൾസും പിന്നെ ഒരു ഗോൾഡൻ ലീവ്സും കൂടെ വെച്ച് കൊടുത്ത് നമ്മുടെ കേക്കിൻ്റെ വർക്ക് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് കാണാനും കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.